ഇപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പിന്നെ മെറ്റീരിയൽ സിസ്റ്റം അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്: ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്സും അതേപോലെ വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സും. അതിന് പുറമെ ഒരു 6 മേജർ കാറ്റഗറീസ് ആയിട്ട് നമ്മളെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ക്ലാസിഫൈ. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൺവേയേഴ്സ് എന്നുള്ള സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൺവെയറിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺവേയേഴ്സ്: ട്യൂബ് കൺവെയർ, അതേപോലെ ബെൽറ്റ് കൺവെയർ, റോളർ കൺവെയർ, വീൽ കൺവെയർ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺവേയിങ് സിസ്റ്റം അല്ലെങ്കിൽ കൺവെയർ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ 6 മേജർ രണ്ടാമത്തെ കാറ്റഗറി ക്ലാസിഫിക്കേഷൻ ആണ് ഇൻഡസ്ട്രിയൽ ട്രക്സ്. കാണാലോ സാർ? ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ പറയണേ. Okay, what is industrial trucks? These are more flexible in use than conveyors since they can move between various points. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺവെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേഷനറി പോയിന്റ്സിനിടയിലുള്ള മൂവ്മെന്റ് മാത്രമാണ് കൺവെയർ സിസ്റ്റംസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു റോളർ കൺവെയർ ആണെങ്കിലും ചെയിൻ കൺവെയർ ആണെങ്കിലും ബെൽറ്റ് കൺവെയർ ആണെങ്കിലും ട്യൂബ് കൺവെയർ ആണെങ്കിലും ഒക്കെ 2 പോയിന്റുകൾക്കിടയിൽ ഫിക്സഡ് ആണ്. ആ പോയിന്റുകൾക്കിടയിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മാത്രമേ അവർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ട്രക്ക് സിസ്റ്റം, ഇപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രക്സ് കാണാം. ഈ ട്രക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി എന്തല്ല, ഒരു ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് അല്ല. ഇവർക്ക് ഡിഫറെന്റ് പോയിന്റുകളിലേക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന ക്വാണ്ടിറ്റി മെറ്റീരിയൽസിനെ എത്തിക്കാൻ പറ്റും. അതായത് ഒരിക്കലും എന്തല്ല നമ്മളെ കൺവെയർ സിസ്റ്റം പോലെ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് അല്ല. സോ ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ than conveyors since they can move between various points and are not permanently fixed in one place. They are therefore most suitable for intermittent production and for handling various sizes and shapes of materials. അത് നമുക്കറിയാം, കൺവേയിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാലാകാലങ്ങളായിട്ട് 2 പോയിന്റുകൾക്കിടയിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ബട്ട് ട്രക്ക് സിസ്റ്റം നമുക്ക് പറഞ്ഞു എവിടെ വേണേലും അല്ലെ, ഏത് പോയിന്റിലേക്കും നമുക്ക് ഇഷ്ടാനുസരണം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രക്ക് സിസ്റ്റത്തിൽ നമുക്ക് എപ്പോഴും ഒരു യൂണിഫോം ലോഡൊന്നും ആയിരിക്കില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിഫറെന്റ് സൈസും ഡിഫറെന്റ് ഷേപ്പിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ ഈ ട്രക്ക് തന്നെ പല ടൈപ്പ് ട്രക്ക് ഉണ്ട്. ഒന്ന് അതിന്റെ ബേസ്ഡ് ഓൺ ദി പെർഫോമൻസ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി ഓപ്പറേഷൻ, ലൈക്ക് പെട്രോൾ ഡ്രിവൺ, ഇലക്ട്രിക് ഡ്രിവൺ, ഹാൻഡ് പവേർഡ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിന്റെ ട്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ മെത്തേഡിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് പിന്നെ പെട്രോൾ ഡ്രിവൺ ആണെങ്കിൽ പെട്രോൾ എഞ്ചിൻസ് വെച്ചിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. അതല്ലെങ്കിൽ ചിലത് ഇലക്ട്രിക് ഡ്രിവൺ ഉണ്ട്. അതും അല്ലെങ്കിൽ ഹാൻഡ് പവർഡ് അല്ലെങ്കിൽ മാനുവലി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. അതായത് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് തള്ളി കൊണ്ടുപോകുന്നതും. സോ their greatest advantage lies in the wide range of attachments available. This increases the truck ability to handle various types and shapes of material. നമുക്ക് ഈ ട്രക്കിന്റെ മുകളിൽ ഡിഫറെന്റ് അറ്റാച്ച്മെന്റ് നമുക്ക് ആവശ്യാനുസരണം അറ്റാച്ച് ചെയ്യാനും ഒഴിവാക്കാനൊക്കെ പറ്റും. അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫിഗറിൽ തന്നെ കാണാം. പ്ലാറ്റ്ഫോം ട്രക്ക്, ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ട്രക്കുകളുണ്ട്. ഇതിലൊക്കെ കുറെ അറേഞ്ച്മെന്റ്സ് നമുക്ക് ലോഡ് കൂട്ടാൻ വേണ്ടി ഇതിനകത്ത് ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പ്ലാറ്റ്ഫോം ട്രക്കുകളെ അല്ലെ പ്ലാറ്റ്ഫോമുകളെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി പ്ലാറ്റ്ഫോം ആവശ്യമില്ലാത്ത സമയത്ത് അത് ഒഴിവാക്കിയിട്ട് അവിടെ ഫോർക്ക് ലിഫ്റ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് അറ്റാച്ച്മെന്റ്സ് അവൈലബിൾ ആണ് ഇൻഡസ്ട്രിയൽ ട്രക്സിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് സൈസിലും ഷേപ്പിലുള്ള മെറ്റീരിയൽസിനെ ഒരു സിംഗിൾ ട്രക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കമ്പനിക്കകത്ത് മാറ്റാനും ഇതൊക്കെ ചെയ്യാനും പറ്റും. സോ ഇതാണ് ട്രക്ക് സിസ്റ്റം. അപ്പൊ ട്രക്കിന്റെ തന്നെ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ട്രക്ക്, ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് അല്ലെങ്കിൽ ഫോർക്ക് ട്രക്ക്, ദെൻ ഇൻഡസ്ട്രിയൽ ട്രാക്ടർ. ഇവിടെ ഈ പ്ലാറ്റ്ഫോം ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഒരു ക്യാബിൻ ഉണ്ട് അല്ലെ. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റിനൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ക്യാബിന്റെ അകത്താണ് നമ്മളെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോഡ് മെറ്റീരിയൽസിനെ ലോഡ് ചെയ്യുക അല്ലെ. ഇവിടെ ഇങ്ങനെ മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് ചെയ്യാം. ഡിഫറെന്റ് സൈസിലുള്ള അട്ടിക്ക് സ്റ്റാക്ക് ബൈ സ്റ്റാക്ക് ആയിട്ട് ഇങ്ങനെ മേലെ വെക്കാൻ പറ്റും. എന്നിട്ടോ ഇയാള് ഈ പോയിന്റിൽ നിന്നും ഡ്രൈവ് ചെയ്ത് ചിലപ്പോൾ ഇവിടെയാണ് എത്തിക്കേണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലൂടെ ഡ്രൈവ് ചെയ്ത് നമുക്ക് അവൈലബിൾ പാത്തിലൂടെ ഡ്രൈവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, അൺലോഡ് ചെയ്യാം. ഇവിടെ ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് ഉണ്ട്. ഈ ഫോർക്ക് ലിഫ്റ്റ് ട്രക്കിന് 2 ആംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ആംസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് ഏറ്റവും ലോവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ മെറ്റീരിയൽസിനെ ഇതിന്റെ മുകളിൽ ലോഡ് ചെയ്യും. എന്നിട്ട് ഇയാളെ അപ്വേർഡ്
മോഷൻ കൊടുക്കും, അതായത് മേലോട്ടേക്ക് പൊക്കും. എന്നിട്ട് ഇയാൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടു. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ പോയപ്പോൾ പലപ്പോഴും കണ്ടു, നമുക്ക് നോക്കാം അതിന്റെ എന്തെങ്കിലും വീഡിയോ കിട്ടും. ഈ ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ആം, അതിന്റെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫോക്സ് ഉണ്ടാവും, അതിന്റെ രണ്ട് ആംസ് ഉണ്ടാവും. പ്ലേ ആവട്ടെ അപ്പോഴത്തേക്കും. ഇതൊരു ഹാൻഡ് ഡ്രിവൺ ട്രക്കാണ്, നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതായത് ഈ ഒരു യെല്ലോ കളറിലുള്ള ആ ഒരു ലിഫ്റ്റ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന, പിന്നെ പെട്രോൾ ഡ്രിവൺ ഉണ്ട്, ഇലക്ട്രിക് ഡ്രിവൺ ഉണ്ട്, ഹാൻഡ് ഡ്രിവൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊരു ഹാൻഡ് ഡ്രിവൺ ട്രക്കാണ്, പാലറ്റ് ട്രക്ക് എന്ന് പറയും. ഇതിന്റെ മുകളിൽ ഈ രണ്ട് യെല്ലോ കളർ ആമിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽസിന് ലോഡ് ചെയ്തിട്ട് നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇത് വേറൊരു ഹാൻഡ് ഡ്രിവൺ ട്രക്കാണ്. ഹലോ കട്ടായി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ കാണാലോ. ഇല്ല, പ്രസന്റേഷൻ പോയി. പോരും പോരും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മള് ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകളെ പറ്റിയാ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ ഒരു ട്രക്ക് കാണാം. ഇവിടെ ഡ്രൈവർക്ക് ഇരിക്കേണ്ട ക്യാബിൻ ഉണ്ട്. ഇവിടെ അതിന് മുമ്പിലായിട്ട് ഒരു അറേഞ്ച്മെന്റ്, ഇവിടെ താഴെയുള്ളൊരു യെല്ലോ കളറിലുള്ള രണ്ട് ഫോർക്ക് അല്ലെങ്കിൽ രണ്ട് ആംസ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ മെറ്റീരിയലിനെ, അല്ലെങ്കിൽ നമ്മളിവിടെ സ്റ്റാക്ക് ആയിട്ട് അട്ടിക്ക് വെച്ച എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ഇയാൾ ഡ്രൈവ് ചെയ്തിട്ട് ഈ അട്ടിയുടെ അടിയിലേക്ക് ഈ രണ്ട് ആംസിനെ കയറ്റും. എന്നിട്ട് പിന്നെ ഇത് ലിഫ്റ്റ് ചെയ്യും. ഇത് മേലോട്ടേക്ക് പൊക്കാൻ പറ്റും. ഈ രണ്ട് യെല്ലോ കളറിലുള്ള ആംസിനെ മേലോട്ടേക്കും അപ്വേർഡ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അട്ടിയുടെ അടിയിൽ ഇത് സാധനം കയറ്റി പിന്നെ ഈ കൈ ഇങ്ങ് പൊക്കുകയാണ്. അപ്പോൾ മെറ്റീരിയലും അതിന്റെ കൂടെ പൊങ്ങി വരും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ട്രക്സ് ആണ്. അല്ലാതെ വർക്കിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഫോക്ക് ലിഫ്റ്റ് ട്രക്ക് ഉപയോഗിച്ചിട്ടുള്ള മൂവ്മെന്റ്. ഓക്കെ, ഇവിടെ ഹലോ അല്ലേ? കാണാൻ പറ്റുന്നില്ലടാ? സ്റ്റക്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ വർക്കിംഗ് മാത്രം മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ പുള്ളിക്കാരനൊരു ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക്, ഡ്രൈവ് ചെയ്ത് വരുന്നതായിട്ട് കാണാം.
ഈ താഴിൽ കണ്ട അതാണ് അതിന്റെ ഫോഴ്സ്, അല്ലെങ്കിൽ ആ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ്. അപ്പൊ ഇത്രയും വലിയ ഹെവി ലോഡാണ് അയാൾ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. നോക്കി നിങ്ങൾ അതിനെ നമ്മളെ ഈ വലിയ അട്ടിക്ക് വെച്ച ആ സ്റ്റാക്കിന്റെ അടിയിലേക്ക് കയറ്റാൻ പോവാണ്. അതിന് വേണ്ടി കാണിക്കുന്നതാണ് അപ്വേർഡ്. ഞാൻ പറഞ്ഞു അതിന്റെ ആംസിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഫോർക്ക് ലിഫ്റ്റ് എന്ന് പേര് വന്നത്. നമുക്ക് എത്ര ഹൈറ്റിൽ വേണേലും ആ ഫോക്സിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ അയാൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഒരു സ്റ്റാക്കിന് ഒരു അട്ടിയെ മാത്രം എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തായി, ആ ആംസ് ആ മേലെ അട്ടിയിലേക്ക് കയറി അല്ലേ. ഓക്കെ, മുഴുവനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ലിഫ്റ്റ് ചെയ്തു. ആ ഫോർക്ക് ലിഫ്റ്റും ഈ സാധനങ്ങൾ മാത്രം ലിഫ്റ്റ് ചെയ്ത് പോയി. ലിഫ്റ്റ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യും, നമുക്ക് എവിടെയാണ് കൊണ്ടുപോയേണ്ടത് അവിടത്തേക്ക് ഇയാളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ലോഡ് ചെയ്തിട്ട് മെറ്റീരിയൽസിനെ അവിടെ അൺലോഡിങ് നടത്തും. ഇതാണ് ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് എന്ന് പറയുന്ന സാധനം. ഇത് നിങ്ങൾ മിക്കവാറും പ്ലൈവുഡ് കമ്പനികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടാവും. അട്ടിക്ക് വെച്ചേക്കുന്ന പ്ലൈവുഡ് ഷീറ്റ്സിനെയൊക്കെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്ത ഷീറ്റ്സിനെയൊക്കെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകാൻ ഇതേപോലുള്ള ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. സോ ട്രക്കിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു ടൈപ്പാണ് പ്ലാറ്റ്ഫോം ട്രക്ക്, മറ്റൊന്ന് ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക്, അതേപോലെ ഇൻഡസ്ട്രിയൽ ട്രാക്ടർ സെറ്റപ്പ്. അപ്പൊ ഇതൊക്കെയും നമുക്ക് വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൂടെ അല്ലെ ആവശ്യമുള്ള പോയിന്റുകളിലേക്ക് മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ്സ് ആണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ്സ്, ഇതേപോലെ ഫോർക്ക് ലിഫ്റ്റ്, പ്ലാറ്റ്ഫോം, അങ്ങനെ അറ്റാച്ച്മെന്റ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഏരിയ ഓഫ് അപ്ലിക്കേഷനും മാറും. സോ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് ആള്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ്, ക്രെയിൻസ് ആൻഡ് ഹോയിസ്റ്റ്സ്. ക്രെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോയിസ്റ്റ് സിസ്റ്റം. എന്താണ് ക്രെയിൻ? സോ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ക്രെയിൻസ് ആൻഡ് ഹോയിസ്റ്റ് ഈസ് ദാറ്റ് ദേ ക്യാൻ മൂവ് ഹെവി മെറ്റീരിയൽസ് ത്രൂ ഓവർ ഹെഡ് സ്പേസസ്. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള മൂവ്മെന്റ്സ് ആണ്. അതായത് നമ്മൾ പറഞ്ഞ കൺവെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യുന്നതാണ് കൺവെയിങ് സിസ്റ്റം. ട്യൂബ്സ് ആണെങ്കിലും ബെൽറ്റ് കൺവെയർ ആണെങ്കിലും ചെയിൻ കൺവെയർസ് ഒക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഒരു പിന്നെ എന്താ പറയാ, നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ഹൈറ്റിന്റെ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൺവേയിങ് സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്നത്, അല്ലെ നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ട്രക്ക് സിസ്റ്റം ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ക്രെയിന് അതേപോലെ ഹോയിസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അവർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എപ്പോഴും നടത്തുന്നത് ഗ്രൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലൂടെയോ അല്ല. അവരൊരു ഓവർ ഹെഡ് സ്പേസ്, അതായത് മേലെ കൂടെയാണ് അവർ മൂവ് ചെയ്യുക. ഇപ്പൊ ക്രെയിനിലാണെങ്കിലും നമ്മളൊരു സാധനം ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെയിൻ എന്ത് ചെയ്യാണ്, അത് പൊക്കി എന്നിട്ട് എവിടത്തേക്കാണോ അയാൾ എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചതിന് ശേഷം ലോവർ ചെയ്യാണ്. അതായത് ഓവർ ഹെഡ് സ്പേസിലൂടെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്രെയിൻസ് ആണെങ്കിലും ഹോയിസ്റ്റുകളാണെങ്കിലും ഓവർ ഹെഡ് സ്പേസിലൂടെയാണ് എന്ത് ചെയ്യുക, മെറ്റീരിയൽ ട്രാൻസ്ഫർ നടത്തുന്നത്. സോ advantage of cranes and hoists is that they can move heavy materials through overhead spaces. However, they can usually serve only a limited area. Overhead സ്പേസിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ചെറിയ ഏരിയാസിൽ മാത്രമേ ഇവിടെ മൂവ്മെന്റ് നടക്കുകയുള്ളൂ. ഓക്കെ, then there are several types of crane and hoist, and within each type there are various loading capacities. Cranes and hoists may be used for both for intermittent and continuous production. അപ്പം ഈ ക്രെയിൻസ് എന്ന് പറയുന്നതും നമുക്ക് എന്താ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെയൊക്കെ മില്ലിലൊക്കെ കാണുന്ന മരമില്ലിലൊക്കെ കാണുന്ന ക്രെയിൻ ഒരിക്കലും ഒരു ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് അല്ല. അവിടെയാണോ മരത്തടികളുള്ളത് അത് ഓരോ പോയിന്റിൽ നിന്നും ഈ പറയുന്ന ഇതിന്റെ മില്ലിങ് അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ കട്ടിങ് ഓപ്പറേഷൻ നടക്കുന്ന ഏരിയയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്
ഓരോ മൊമെന്റിലും ഡിഫറെന്റ് പാത്ത് ആയിരിക്കും. അപ്പം അവിടെ ഉപയോഗിക്കുന്നതൊക്കെ ഒരു ഡിഫറെന്റ് പാത്ത് അല്ലെങ്കിൽ വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ് ആയിട്ടാണ്. പക്ഷെ ചില കേസുകളിൽ ചില ആപ്ലിക്കേഷൻസിൽ ക്രെയിൻസിനെ നമ്മൾ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ക്രെയിൻ ആണെങ്കിലും ഹോയിസ്റ്റുകളാണേലും ഇതൊക്കെയും ഓവർ ഹെഡ് സ്പേസിലൂടെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് ഏരിയാസിൽ മാത്രമേ ഇവരെ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് വൈഡ് ഏരിയ ഓഫ് വർക്കിംഗ് ഇല്ല ക്രെയിൻസിനും ഹോയിസ്റ്റിനും. അപ്പൊ ഈ ക്രെയിൻസും ഹോയിസ്റ്റും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് മിക്കവാറും ക്രെയിനിന്റെ അകത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രെയിൻസ് ഏതൊക്കെയാണ്? ഡെറിക് ക്രെയിൻ, മൊബൈൽ ക്രെയിൻ, ഹൈഡ്രോളിക് ക്രെയിൻ, ഓവർ ഹെഡ് ക്രെയിൻ, ടവർ ക്രെയിൻ, ട്രാവലർ ക്രെയിൻ, അതിന്റെ കൂടെ ജിപ്പ് ക്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓവർ ഹെഡ് ക്രെയിൻ. ഓവർ ഹെഡ് ക്രെയിൻ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓവർ ഹെഡ് ഏരിയയിലൂടെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തുക എന്ന് പറഞ്ഞു. നിങ്ങൾ ചില കമ്പനിക്കകത്ത് പോയി കഴിഞ്ഞാൽ ആ കമ്പനിക്കകത്ത് ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് മെഷീനറീസും എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനുള്ള വഴി ഉണ്ടാവില്ല, മീൻസ് പാത്ത് ഉണ്ടാവില്ല, അഡീഷണൽ പാസേജുകൾ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ട്രക്ക് പോലെയുള്ളത് അല്ലെങ്കിൽ കൺവെയർ സിസ്റ്റം പോലെയുള്ളത് പ്ലേസ് ചെയ്യാൻ മാത്രം ഗ്രൗണ്ടിൽ സ്പേസ് ഉണ്ടാവില്ല. ഫുൾ ഓഫ് ഒബ്സ്ട്രക്ഷൻസ് ആയിരിക്കും. മെഷീൻസ്, മറ്റ് എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കാരണമുള്ള കോളംസ്, അതായത് തൂണുകൾ, ഇതൊക്കെ ആയിട്ട് നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒരു ഗ്രൗണ്ട് ലെവലിൽ ചെയ്യാന്നുള്ളത് വളരെ എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിരിക്കും ചില കമ്പനിക്കകത്ത്. അങ്ങനെയുള്ള കേസുകളിലാണ് ഇതേപോലുള്ള ഓവർ ഹെഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുക. So overhead cranes used for handling loads over a rectangular area in factories, power stations, shipyards and in workspace. The simplest overhead crane consists of structural bridge and supporting a lift block. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഓവർ ഹെഡ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സീലിംഗ് ലെവൽ ചിന്തിക്കുക. സീലിംഗ് ലെവലിലൂടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തുക. അപ്പോൾ ഇതിന് രണ്ട് സ്ട്രക്ചറൽ പാർട്ടാണ് ഉണ്ടാവുക. അതായത് രണ്ട് തൂണുകൾക്കിടയിൽ ഒരു ബ്രിഡ്ജ് നമുക്ക് വീഡിയോ നോക്കാം. കണ്ടിട്ടുണ്ടാവും മിക്കവാറും ഇൻഡസ്ട്രീസിലൊക്കെ പോയവർക്ക്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് അവിടെ ഓവർ ഹെഡ് ക്രെയിൻ ഒക്കെ കാണേണ്ടതാണ്. ലെക്ചറാണ്. ഇതാണ് സംഭവം. നമ്മള് സീലിംഗ് ലെവലിൽ ഇവിടെ മൂവ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ ഇതിനൊരു ബ്രിഡ്ജ് പോലുള്ള ഒരു പാലം പോലെ, രണ്ട് കോളംസിനിടയിൽ ഒരു പാലം പോലുള്ള സാധനം, ഒരു ബ്രിഡ്ജ് സ്ട്രക്ചർ. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പോവാം. ഇപ്പോൾ ബ്രിഡ്ജ് ക്രെയിൻ അല്ലെങ്കിൽ ഓവർ ഹെഡ് ക്രെയിൻ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു ബ്ലൂ കളറിൽ നിന്നും താഴേക്ക് ഒരു ഹാങ് ചെയ്തിട്ട് ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് സിസ്റ്റം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഹൂക്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു മെറ്റീരിയലിനെ ലോഡ് ചെയ്യും. എന്നിട്ട് എനിക്കിപ്പോ ഇവിടെ ഈ ഒരു റെക്ടാംഗിളിനുള്ളിൽ എവിടെയാണ് എനിക്ക് അതിനെ പ്ലേസ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു റെക്ടാങ്കുലർ ഏരിയ ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ റെക്ടാംഗിൾ ഏരിയ എന്ന് പറയാൻ കാരണം ഇപ്പൊ ഈ കാണുന്ന ഈ 4 തൂണുകൾക്കിടയിലുള്ള ഈ റെക്ടാംഗിളിനുള്ളിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഹാങ് ചെയ്ത് എന്നിട്ട് ഈ ബ്രിഡ്ജ് മൂവ് ചെയ്യാൻ തുടങ്ങി അല്ലെ. ബ്രിഡ്ജ് ഈ മേലത്തെ കോളത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടിങ് എലമെന്റിലൂടെ മൂവ് ചെയ്യുന്നു. ആ ഗൈഡ് വേയിലൂടെ മൂവ് ചെയ്യുന്നത് കാണിച്ചാണ്. ഇനി ഈ ബ്ലൂ കളർ എലമെന്റിന് അതിന്റെ ആ ഒരു കോളത്തിന്, സപ്പോർട്ടിങ് കോളത്തിന് എന്തുണ്ട്, വേറൊരു മൂവ്മെന്റും കൂടിയുണ്ട്. ഈ ബ്രിഡ്ജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള കഴിവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഈ റെക്ടാങ്കുലർ സ്പേസിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ എവിടെയാണോ എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്ഥലം അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, അവിടെ അൺലോഡിങ് നടക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഓവർ ഹെഡ് ഓർ ബ്രിഡ്ജ് ക്രെയിൻ എന്ന് പറയുന്നത്. ഇതൊരു ഫിക്സഡ് പാത്ത് ആണ്. കാരണം ഈ ഒരു റെക്ടാങ്കുലർ സ്പേസിനുള്ളിൽ മാത്രമേ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിക്സഡ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു റെക്ടാങ്കുലർ സ്പേസിനുള്ളിൽ എവിടെ വേണേലും
ചെയ്യാൻ പറ്റും. അതിന്റെ ലിമിറ്റഡ് ഏരിയ ആണ്. ഒരു റെക്ടാങ്കുലർ സ്പേസ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഏരിയ എന്നുള്ളത് ഒരു ലിമിറ്റഡ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അവിടെ ഈസി ആയിട്ട് പോസിബിൾ ആകും. സോ തന്നെയാണ് ഓവർ ഹെഡ് ക്രെയിൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്രെയിനാണ് ടവർ ക്രെയിൻ. നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ കണ്ട ഒരു ക്രെയിൻ സിസ്റ്റം. ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ? ഇല്ലേ? Okay, it is used in various construction projects of high building, bridges, cooling towers, television towers, or power plants. The construction of the tower crane is such that it can work and then be dismantled in restricted space. നമ്മളിത് ഇത്രയും വലിയ ടവർ ആയിട്ടുള്ള ഒരു സാധനത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മളെ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുന്നതല്ല. നമ്മളിതിന്റെ ടവർ 1 by 1 ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ടവർ സിസ്റ്റം, ഈ ഫിക്സഡ് ടവർ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഴിച്ചു മാറ്റാൻ പറ്റുന്നതാണ്, ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും, ആവശ്യാനുസരണം ഇതിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. സോ ഇങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ അസംബിൾ ചെയ്ത സിസ്റ്റം എടുത്തു കൊണ്ടുപോയിട്ട് നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ടുപോയി വെക്കുന്നതല്ല. നേരെ മറിച്ച് ഇതിന്റെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ അവിടുന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടവർ ക്രെയിൻ ഉണ്ടാക്കുന്നത്, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലെങ്ത്തിൽ. അപ്പോൾ ടവർ ക്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അഴിച്ചു മാറ്റിയിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന എലമെന്റ് ആണ്. ഈ ടവർ ക്രെയിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ടവർ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗറൊക്കെ വരയ്ക്കേണ്ടതാണ്, നോട്ടിൽ തരാം. ഫിഗറൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത്. ചിലപ്പം ടവർ ക്രെയിനെ പറ്റി മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാം. മുമ്പ് ചോദിച്ച ഒരു ജിപ് ക്രെയിനെ പറ്റിയാണ്. നമുക്ക് ജിപ് ക്രെയിൻ നോക്കാം, എന്താ ജിപ് ക്രെയിൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു ടവർ ഫൂട്ടിംഗ്, ഫിക്സഡ് ടവർ, ദെൻ ക്ലൈംബിംഗ് ടവർ. ഈ ക്ലൈംബിംഗ് ടവർ നമുക്ക് ഈ ഒരു ഹൈറ്റ് മേലോട്ടും താഴോട്ടും ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്വിംഗ് റിങ്, പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൽ ഒരു എന്താ പറയാ, ഒരു ഹൊറിസോണ്ടൽ എലമെന്റും കൂടിയുണ്ട്. വെർട്ടിക്കൽ ടവർ, ഒരു ഹൊറിസോണ്ടൽ എലമെന്റ്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുക? മെറ്റീരിയൽസിനെ ലോഡിങ് നടത്തുക. മെറ്റീരിയൽസിനെ നമ്മൾ ഇവിടെ ഒരു ഹൂക്ക് പോലുള്ള അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മെറ്റീരിയൽസിനെ ലോഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലോഡിങ് നടക്കുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിന് മാത്രം കൗണ്ടർ വെയിറ്റ്സ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഇട്ടിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ മെറ്റീരിയൽസിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ലോഡൊക്കെ ആയിരിക്കും. നമ്മൾ ബ്രിഡ്ജ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് ടോപ്പ് ലെവലിലേക്ക് മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ ടവർ ക്രെയിൻസ് ഉപയോഗിക്കുക. അപ്പൊ ഇത്രയും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ വരുമ്പോൾ ഈ ഒരു ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കൗണ്ടർ വെയിറ്റ് സെറ്റ് ചെയ്യും എപ്പോഴും. സോ ഈ ഒരു എലമെന്റ് ആണ് ടവർ ക്രെയിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഓഫ് ഹൈ ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, കൂളിംഗ് ടവേഴ്സ് എക്സെട്ര. സോ ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ട്രെയിൻ സിസ്റ്റം. ദെൻ നെക്സ്റ്റ് വൺ ഹോയിസ്റ്റ്. അതിന് മുമ്പായിട്ട് ജിപ് ക്രെയിൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ജിപ് ക്രെയിൻ ഇമ്പോർട്ടന്റ് ആണ്. ജിപ് ക്രെയിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സർക്കുലർ ഏരിയ ആണ് അതിന്റെ വർക്കിംഗ് ഏരിയ. ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടാവും. അതിന്റെ അകത്ത് നിന്നുകൊണ്ട് നോക്കാം. ഈ യെല്ലോ കളർ, ഇതാണ് ജിപ് ക്രെയിൻ സിസ്റ്റം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു വർക്കിംഗ് വീഡിയോ തന്നെയാണ് ഉള്ളത്. ഒരു യെല്ലോ കളർ, ഇവിടെ ഒരു വെർട്ടിക്കൽ മെമ്പറും ഉണ്ട്, അതിനകത്തൊരു ഹൊറിസോണ്ടൽ മെമ്പറും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒരു ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ചെയിന് ഹാൻഡ് വെക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മെറ്റീരിയലിനെ ലോഡ് ചെയ്യുക. ഒരു ലോഡ് മെറ്റീരിയൽ ഈ ജിപ് ക്രെയിൻ, ഈ വെർട്ടിക്കൽ മെമ്പർ, സോറി ഹൊറിസോണ്ടൽ മെമ്പറിന്റെ ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ആണ്. ഒരു മിനിറ്റ്, നമുക്ക് ചാർജ് ചെയ്യട്ടെ. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് നമ്മളെ ലോഡ്, ഈ ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്കിന് ഈ ഹൊറിസോണ്ടൽ മെമ്പറിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ വേർട്ടിക്കൽ കുത്തനുള്ള മെമ്പറിനെ എബൌട്ട് ആയിട്ട് അല്ലെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ട് ഈ ഹൊറിസോണ്ടൽ മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സർക്കുലർ ഏരിയയിൽ കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ ഹാൻഡിങ് നടത്താം. അത് ഈ റേഡിയസ് ഏതായിരിക്കും? ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഹോൾ മെമ്പറിന്റെ ലെങ്ത് ആയിരിക്കും.
അത് ഈ കുത്തനെയുള്ള ഈ മെമ്പറിനെ അറൗണ്ടായിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് 360 കറങ്ങാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ മെമ്പറിന്റെ മേലിൽ കൂടെ നമ്മൾ ഈ ലോഡഡ് എലമെന്റിന് മൂവ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. ഹെവി ലോഡിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ആ ലോഡഡ് എക്യുപ്മെന്റ് ആ ഹൊറിസോണ്ടൽ മെമ്പറിലൂടെ ഇങ്ങനെ മൂവ് ഉണ്ട്. അതേപോലെ സർക്കുലർ മോഷൻ കറങ്ങുന്നുണ്ട്. റൊട്ടറേ ഉള്ളൂ. 360 റൊട്ടേഷനുള്ള ജിക്രെയിനും ഉണ്ട്. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് നല്ല രീതിയിലേക്ക് നോക്കാൻ കഴിയും. നമുക്കൊരു ഫിക്സഡ് ഡേറ്റ് മാത്രമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മളിപ്പോ കണ്ടതിന്റെ വേറൊരു മോഡൽ ഓരോ കാണിക്കുന്നതാണ്. ജിക്രൈന്റെ മേലിൽ അതേപോലെ സിസ്റ്റം ഓരോന്ന് കാണിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഈ ജിക്രൈനും യൂണിറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രെയിനാണ് ജിക്രൈന്. പിന്നെ ഇതേപോലെ ബ്രിഡ്ജ് ക്രെയിന്, അതേപോലെ ഓവർ ഹെഡ് അല്ലെങ്കിൽ ബ്രിഡ്ജ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഞാൻ നോട്ട് തരാം, ഡീറ്റെയിൽ നോട്ട് തരാം. നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ക്രെയിൻസിന്റെ കൂടെ വരുന്ന വേറൊരു സാധനമാണ് ഹോയിസ്റ്റ്. ഹോയിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് തന്നെയാണ്. ഓവർ ഹെഡിലൂടെ മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഹോയിസ്റ്റ് ആർ ഡിവൈസ് ഫോർ ലിഫ്റ്റിംഗ് ഓർ ലോവറിംഗ് ദ ലോഡ് സസ്പെൻഡഡ് ഫ്രം എ ഹൂക്ക് ഓൺ ദ എൻഡ് ഓഫ് എ retractable chains or cables. The loads are generally supported from overhead by a hook or traveling on track. നമ്മളിപ്പോൾ ജിക്രൈനകത്ത് ഒന്ന് പിന്നെ ഇത് കണ്ടു, മെറ്റീരിയൽസിനെ ഹാങ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഞാൻ ജിക്രൈൻ്റെ ആ വീഡിയോന്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പൊ മെറ്റീരിയൽ ലോഡ് ചെയ്ത ഈ ഒരു പാർട്ടില്ലേ, ഈ മൗസ് പോയിന്റർ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു താഴേലേക്ക് ഒരു ചെറിയൊരു കേബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കേബിൾ എൻഡിലായിട്ടാണ് നമ്മൾ ഇത്രയും ഹെവി ലോഡിനെ എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കേബിളിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഗ്രൗണ്ട് ലെവൽ ഈ ലോഡിനെ കുറച്ച് പൊക്കണം. മേലോട്ടേക്ക് പൊക്കിയിട്ടല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ മോഷൻ, അതായത് ഇവിടുന്ന് ഹാങ് ചെയ്ത കേബിൾസിനെ മേലോട്ടും താഴോട്ടൊക്കെ മൂവ് ചെയ്യിക്കുന്നുണ്ട്. ലിഫ്റ്റിങ്ങും ലോവറിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ ഒരു എന്തോ ഒരു മെക്കാനിസം ഉണ്ട്. ഈ കേബിളിനെ താഴോട്ടേക്ക് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വെച്ച ഈ കേബിൾസിനെ ലിഫ്റ്റിങ്ങും ലോവറിങ്ങും ചെയ്യാൻ വേണ്ടി ഇതിനുള്ളിൽ എന്തോ ഒരു മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഹോയിസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പം മെറ്റീരിയൽസിനെ ലിഫ്റ്റിങ്ങും ലോവറിങ്ങും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എലമെന്റ് ആണ് ഹോയിസ്റ്റ്. അപ്പൊ ഹോയിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോർ ലിഫ്റ്റിംഗ് ഓർ ലോവറിംഗ് ദ ലോഡ്സ് സസ്പെൻഡഡ് ഫ്രം എ ഹൂക്ക് ഓൺ ദ എൻഡ് ഓഫ് എ റീട്രാക്ടബിൾ ചെയിൻസ് ഓർ കേബിൾസ്. അപ്പോൾ അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പവർ ഹോയിസ്റ്റ്, വിം വീൽ ഹോയിസ്റ്റ്, വിഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പവർ ഹോയിസ്റ്റ് ഒക്കെ വീഡിയോസിൽ തന്നെ കാണാം. ചെയിൻ ഹോയിസ്റ്റ് ഒക്കെ നിങ്ങൾ ചില ലാബുകളിലൊക്കെ ഇലക്ട്രിക് ഹോസ്റ്റ്, ഇവിടെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഹോസ്റ്റ് സിസ്റ്റം ആണ്. ഞാൻ പറഞ്ഞു ലിഫ്റ്റിങ്ങും ലോവറിങ്ങിനും പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ കളറിനുള്ളിൽ ഇവിടെ കുറെ കേബിൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു ഇലക്ട്രിക് മോട്ടോറും ഉണ്ട്. ഈ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഈ വൈൻഡിങ് നേരെയായിട്ട് ഈ ഹൂക്ക് താഴേക്ക് ഇറങ്ങി വരും അല്ലെ. അത് തന്നെയാണ് ഹോയിസ്റ്റ് സിസ്റ്റം, ലിഫ്റ്റിങ്ങും ലോവറിങ്ങിനും. അപ്പൊ ഈ ഹൂക്കിന്റെ മുകളിലാണ് നമ്മൾ മെറ്റീരിയൽസിനെ ലോഡ് ചെയ്യുക. എന്നിട്ട്
നമ്മൾ എന്ത് ചെയ്യുന്നു? മോട്ടോർ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഓക്കെ, ഇതിപ്പോൾ ഒരു ജനറേറ്റർ സിസ്റ്റം ഇവരെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഹൂക്കിനെ ലോവർ ചെയ്തു, ലോഡ് ചെയ്തു, ദെൻ മേലോട്ടേക്ക് തിരിച്ചു കയറ്റാണ്, അല്ലെങ്കിൽ മേലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ്. അതിന്റെ ലോവറിംഗ് വീൽസിനെ ഹാൻഡിൽ ചെയ്ത്, അപ്പൊ അവിടെ കാണാം ഒരു ചെയിൻ അല്ലേ, ഹുക്കിന്റെ മുകളിൽ നമ്മൾ മെറ്റീരിയൽസ് വെച്ചതിന് ശേഷം ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ചെയിൻസിനെ ആ ഡ്രമ്മിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഡ്രം ഉണ്ട്, ആ ഡ്രമ്മിന്റെ മുകളിൽ ഇങ്ങനെ വൈൻഡ് ചെയ്ത് കൊണ്ടുവരുന്നു. ആ വൈൻഡിങ് കാരണം ഇത് മേലോട്ടേക്ക് പോകുന്നു. നമുക്ക് നോക്കാം. സിംപ്ലി ലിഫ്റ്റിംഗ് ഓർ ലോവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഹോയിസ്റ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ചെയിൻ സിസ്റ്റം നോക്കാം. അപ്പം ഹോയിസ്റ്റുകൾ പല ടൈപ്പ് പറഞ്ഞു. പവർ ഹോയിസ്റ്റ്, വേം വീൽ ഹോയിസ്റ്റ്, വിഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇതിൽ പവർ ഹോയിസ്റ്റ്, ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബിറ്റ്വീൻ ഫിക്സഡ് ഗൈഡ് റെയിൽസ് ഫോർ ലിഫ്റ്റിംഗ് തിങ്സ് വെർട്ടിക്കലി. ദ സിംപ്ലസ്റ്റ് ഈസ് ദി ചെയിൻ ഹോയിസ്റ്റ് വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ്. ദർ ഓൾസോ ഹോയിസ്റ്റ് ഓപ്പറേറ്റഡ് ബൈ കംപ്രസ്ഡ് എയർ, ഡീസൽ എഞ്ചിൻ ഓർ ബൈ ഇലക്ട്രിക് പവർ. നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടത് ഇലക്ട്രിക് ഹോയിസ്റ്റ് ആണ്. ഇലക്ട്രിക് പവർ ഉപയോഗിച്ചുകൊണ്ട് കേബിൾസിനെ അപ്വേർഡും ഡൗൺവേർഡും മൂവ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്. സോ അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. എഞ്ചിൻ, IC എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ പോലുള്ള എലമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ പറഞ്ഞ ഇലക്ട്രിക് ഓപ്പറേറ്റർ പറ്റും. കംപ്രസ്ഡ് എയർ, ന്യൂമാറ്റിക്സ് വെച്ചിട്ട് ലിഫ്റ്റിംഗും ലോവറിംഗ് ഒക്കെ നടത്താൻ പറ്റുന്ന ഹോയിസ്റ്റുകളുണ്ട്. അതിൽ തന്നെ ചെയിൻ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചെയിൻ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് മാനുവലി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, ഹാങ് ചെയ്ത് കിടക്കുന്ന ചെയിൻസ് ഉണ്ട്. ഈ ചെയിന് നമ്മൾ വലിക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഹൂക്ക് പോകും. നമ്മളിപ്പോൾ ഇലക്ട്രിക് പവർ കണ്ടതുപോലെ ഇലക്ട്രിക് പവറിൽ എന്താ ചെയ്തേ? ഡ്രമ്മിനെ ഇലക്ട്രിക് പവർ ഉപയോഗിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റിങ്ങും ലോവറിങ്ങും നടക്കുന്നു. അപ്പുറത്ത് ചെയിൻ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും നമ്മുടെ ലാബിൽ ഉണ്ടോ എന്ന് അറിയില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കോളേജിൽ അവിടെയൊക്കെ ചെയിൻ ഹോയിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, അത് വർക്കിംഗ് കാണിക്കാൻ വേണ്ടി വെച്ചു. അതായത് നിങ്ങൾ ചില ആളൊക്കെ വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ ഈ ലെഫ്റ്റുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും ചെയിൻ ഹോയിസ്റ്റുകൾ. നമുക്ക് കൈ കൊണ്ട് ഒരു ചെയിൻ, അതായത് തൂങ്ങിയ ഒരു ചെയിൻ, അത് നമ്മൾ വലിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ഒരു ഹൂക്ക് അപ്വേർഡ് ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവും. ഇത്ര ഡീപ്പായിട്ട് പോകണ്ട. ഇപ്പോൾ ഹോയിസ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലി ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ്, ഒരു അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന എലമെന്റാണ് ഹോയിസ്റ്റുകൾ. അതിന് പവർ ഡ്രൈവൺ ഉണ്ട്. അതേപോലെ വേം വീൽ ഹോയിസ്റ്റ് ഉണ്ട്. വേം വീൽ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേം ഗിയേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ രണ്ട് അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ഇതിനകത്ത് വേം വീൽ ഹോയിസ്റ്റ്, ദ അറേഞ്ച്മെന്റ് ഈസ് എംപ്ലോയ്ഡ് with two chains. The one chain is called the hand chain where the other chain is the load chain. അപ്പോൾ രണ്ട് ചെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെയിന് നമ്മൾ ഹാൻഡ് റിബൺ ആണ്, അതായത് നമുക്ക് കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ. നമ്മൾ ആ ചെയിന് വലിക്കുമ്പോൾ ആ ചെയിനിന്റെ കറക്കം കാരണം അടുത്ത വേമിലേക്ക് ആ റൊട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ റൊട്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ വേറൊരു ചെയിൻ ഉണ്ടാവും. ഈ വേമിന്റെ മുകളിൽ വേറൊരു ചെയിൻ ഉണ്ടാവും. അതെന്ത് ചെയ്യും? അതും കറങ്ങും. അതായത് ഇത് രണ്ടും നമ്മളെ വേം ഗിയർ ഇല്ലേ, വേം ഗിയർ മെക്കാനിസം പോലെ തന്നെ ഒന്ന് കറങ്ങുന്നതിന് ഭാഗമായിട്ട് മറ്റേനും കറക്കം കിട്ടും. അതേപോലെ ഒന്നിനെ നമ്മൾ ഹാൻഡ് ഡ്രിവൺ, അതായത് നമ്മൾ ഒരു ഹാൻഡ് ഡ്രിവൺ ചെയിൻസ് വെച്ചിട്ട് കറക്കുന്നു. അപ്പൊ ആ റൊട്ടേഷൻ അടുത്ത വേമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അയാൾ കറങ്ങും. ഈ വേമിന്റെ മുകളിൽ എന്തുണ്ടാവും? നമ്മളെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും വേണ്ടിയുള്ള, അല്ലെങ്കിൽ ലിഫ്റ്റിങ്ങും ലോവറിങ്ങിനും വേണ്ടിയിട്ടുള്ള ചെയിൻ ഉണ്ടാവും. അപ്പോൾ ആ ചെയിൻ എന്താവും? കറങ്ങും. അപ്പോൾ നമ്മളിപ്പോ ഈ വേമിന്റെ മുകളിൽ ഒരു ചെയിൻ, ഇവിടെയാണ് ചെയിൻ ഉള്ളതെങ്കിൽ നമ്മൾ ഇത് മാനുവലി ഇതിനെ കറക്കുന്നത്, അതായത് താഴെ നിന്ന് ഒരാൾ ഇതിനെ പിടിച്ച് താഴോട്ടേക്കോ അല്ലെങ്കിൽ മേലോട്ടേക്കോ വലിക്കുന്നു. അപ്പൊ ഇയാൾ കറങ്ങുമല്ലോ. ഈ കറക്കം ഇതിന്റെ മുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. ഇവിടെ വേറൊരു ചെയിൻ ഉണ്ടാവും. ഈ ചെയിനാണ് നമ്മൾ ലോഡിങ് ചെയിൻ അല്ലെങ്കിൽ അൺലോഡിങ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാനുവലി കറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ചെയിനിന് ലിഫ്റ്റ് ഓർ ലോവറിങ് നടക്കുന്നുണ്ടാവും.
സോ ദാറ്റ് ഈസ് വേം വീൽ ചെയിൻ. അതേപോലെ പിന്നെ വിഞ്ചസ്, ഈ ഒരു എലമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിഞ്ച്, വിഞ്ചിന്റെ ഫിഗർ കണ്ടാൽ തിരിയും. ഇത് പറഞ്ഞു നിർത്തും. ടൈമായി. ഓക്കെ ഓക്കെ. ആണ് വിഞ്ച് സാധനം. അതുപോലെ തന്നെയുള്ള കുറെ കേബിളും ഒരു പിന്നെ ഹൂക്കൊക്കെ ഉള്ള സാധനം നമുക്ക് മാനുവൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ലിവർ ഉണ്ടാവും, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് അത്രയും ഹെവി ലോഡൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് മോട്ടോർസ്, ഈ ഫിഗറിൽ കാണുന്നത് ഇലക്ട്രിക് മോട്ടോർസ് ഒക്കെ വെച്ചിട്ട് ഈ വിഞ്ചസിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. എന്താണെങ്കിലും വിഞ്ചസ് എന്ന് പറയുന്ന സാധനവും ലിഫ്റ്റിംഗ് ആർ ലോവറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എലമെന്റ് ആണ്. ഒരു ഹാൻഡ് ഡ്രിവൺ വിഞ്ചിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു എന്തുണ്ട്, ലിവർ ഉണ്ട്. ഈ ലിവർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡ്രമ്മിന്റെ മുകളിൽ എൻഗേജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഹാങ് അല്ലെങ്കിൽ ഒരു ഹൂക്ക് താഴോട്ടേക്ക് ലിഫ്റ്റിങ്ങും ലോവറിങ്ങും നടക്കും. സോ വിഞ്ചസും ഹോയിസ്റ്റൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ലിഫ്റ്റിംഗ് ഓർ ലോവറിങ്ങിന് വേണ്ടിയിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2 ടൈപ്പാണ്. ഒന്ന് ട്രെയിൻ സിസ്റ്റവും അതേപോലെ തന്നെ ഹോയിസ്റ്റ് സിസ്റ്റം പറഞ്ഞു, അതേപോലെ ട്രക്ക് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ ട്രക്ക് സിസ്റ്റം. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ബാക്കി